ന്യൂസൻസ് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. അപ്പൊ വീണ്ടും വിളിക്കുക, ഒരു ചാലഞ്ച് പോലെ. അപ്പൊ ഞാൻ പറയും ഇനി വിളിച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വിളിക്കാതിരുന്നിട്ട് പിന്നെ വീണ്ടും വിളിക്കാം. വീണ്ടും ഒരു ശല്യമാകുമ്പോ നമ്മൾ റിയലി ഹൈടെക് സെല്ലിലേക്ക് വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടായോ? കോൾസ് നിന്നു. എന്തുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടാ നിന്നതെന്ന് എനിക്കറിയില്ല. പോലീസ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലേ? ഇല്ല, ജസ്റ്റ് കോൾ മീ ഓൺ ദ ഫോൺ. ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നോട് പറയുന്ന എത്രയോ ഫാൻസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. അതൊരു കോംപ്ലിമെന്റ് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ്, നൈസ്. പക്ഷെ ആ ഇഷ്ടം വെച്ചിട്ട് എന്നെ ശല്യം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോ ആഫ്റ്റർ പോയിന്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. നമ്മളന്ന് സംസാരിച്ചു, നിങ്ങൾ വിളിച്ചു, ഞാൻ സംസാരിച്ചു, ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ദയവ് ചെയ്ത് അടുത്ത പടം കണ്ടിട്ട് അതിന്റെ റെസ്പോൺസ് പറയാനുള്ളപ്പോ വിളിച്ചോളൂ. അല്ലാതെ എല്ലാ ദിവസവും വിളിച്ച് എനിക്ക് ഇഷ്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല. ലൈഫിൽ എപ്പോഴെങ്കിലും നൈറ്റ് കോൾ പ്രണയം നടത്തിയിട്ടുണ്ട്? അയ്യോ, അതേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടില് ആ സമയത്ത് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ. അച്ഛനും അമ്മയും അപ്പുറത്തെ ബെഡ്റൂം. ലൈഫിൽ എപ്പോഴെങ്കിലും നൈറ്റ് കോൾ പ്രണയം നടത്തിയിട്ടുണ്ട്? അയ്യോ, അതേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടില് ആ സമയത്ത് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ. അച്ഛനും അമ്മയും അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു, ഞാൻ എന്റെ അനിയത്തിയും ഇപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു. ഇടയിലാണ് ലാൻഡ് ഫോൺ. ഈ ലാൻഡ് ഫോണിനെ നമ്മൾ അവിടുന്ന് എടുത്ത് വലിച്ചു കൊണ്ടുപോയി അതിന്റെ കേബിളൊക്കെ വലിച്ചു കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഡോറൊക്കെ അടച്ചിട്ട് അതിന്റെ ഉള്ളില് ഹലോ എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ബാക്കിയൊക്കെ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ തല്ലും. എന്താ വെച്ചാ ഈ ഹസ്ബൻഡോട് തന്നെയാണ് അത് സംസാരിച്ചോണ്ടിരുന്നത് സ്കൂളിൽ അനിയത്തി കേൾക്കും. അവൾ അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തില് പ്രണയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പഠിച്ചു. ഈ ഫോണിൽ ഉമ്മ കൊടുക്കുന്നതൊക്കെ അനിയത്തി കേട്ടിട്ടുണ്ടാവൂലേ? അവള് പക്ഷെ ആ സമയത്തൊക്കെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാറുണ്ട്. സ്ത്രീകൾ രഹസ്യം സൂക്ഷിക്കാൻ മിടുക്കരാണോ? സത്യം പറ. സ്ത്രീകൾ രഹസ്യം സൂക്ഷിക്കാൻ മിടുക്കരാണോ? സത്യം പറ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ആണുങ്ങളെക്കാളും നന്നായിട്ട് സ്ത്രീകൾക്ക് സീക്രറ്റ്സ് കീപ്പ് ചെയ്യാൻ അറിയാം. ആക്ച്വലി പെൺകുട്ടികൾക്ക് ആരോടും പറയാത്ത രഹസ്യം ഉണ്ടാവും. റിയൽ ലൈഫ് പാർട്ട്ണർക്ക് പോലും പറയാത്ത ഒരു രഹസ്യം എല്ലാ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും. ശരിയാണോ? മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവും. ബിക്കോസ് ജനറലി ആണുങ്ങൾക്ക് കുറേം കൂടെ ഫ്രീഡം ഉണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ എക്സ്പ്രസ് ചെയ്യാനല്ല, അവരുടെ ലൈഫില് കാണിക്കാവുന്ന തോന്നിയാസത്തിന്റെ പരിധി കുറേം കൂടെ വലുതാണ്. പെൺകുട്ടികൾക്ക് അത് കുറവാണ്. പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി കുറച്ചും കൂടി ചെറുതാണ് പെണ്ണുങ്ങൾക്ക്. അപ്പൊ പക്ഷെ ആണുങ്ങളും പെണ്ണുങ്ങളായാലും എല്ലാം മനുഷ്യര് തന്നെ. മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷെ ആണുങ്ങൾക്ക് കുറേയും കൂടി ഈ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പക്ഷെ അതേ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ചെയ്തത് ഈ അവരുടെ ബൗണ്ടറിക്കുള്ളിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ പെൺകുട്ടികൾ മറ്റു പലതും ചെയ്തിട്ടുണ്ടാകും, അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, പറയാൻ പറ്റില്ല. സൊസൈറ്റി പറയുന്ന പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, സത്യത്തില് സൊസൈറ്റി തെറ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായില്ലേ, എന്താ കുട്ടികളില്ലാത്തത്? അപ്പൊ ഞാൻ പറയുന്നു, ഞങ്ങള് കുട്ടികൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, ഞാനും എന്റെ ഹസ്ബൻഡും. അത് ഭയങ്കര തെറ്റാണ്. അതായത് ഇറ്റ്സ് യുവർ ഡിസിഷൻ, ഇറ്റ്സ് യുവർ ലൈഫ്. നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം എന്നുള്ളത്. എനിക്ക് ഐ തിങ്ക് ദ ഹയസ്റ്റ് വാല്യൂ ഇസ് ഗിവൻ ടു ഫ്രീഡം. ഒരു പെൺകുട്ടി ഫ്രണ്ട്ഷിപ്പ് ആണോ അതൊരു പെൺകുട്ടി ആൺകുട്ടി ഫ്രണ്ട്ഷിപ്പ് ആണോ വർക്ക്സ് ബെറ്റർ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മെയിൽ ഫീമെയിൽ ഡിഫറൻസസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രണ്ട്ഷിപ്പില് നമ്മൾ ഒരാളെ കാണുമ്പോ, ഒരാള് ആണായാലും പെണ്ണായാലും ഒരാളെ കാണുമ്പോഴേ നമുക്കൊരു ഇഷ്ടമോ ഒരു അനിഷ്ടമോ തോന്നാറുണ്ട് യൂഷ്വലി. പെണ്ണുങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പില് ഒരുപാട് സിമിലാരിറ്റീസ് കമ്പയർ ചെയ്യാന്നുള്ള, നമ്മൾ തമ്മിൽ ഇന്ന കാര്യങ്ങളിലൊക്കെ സിമിലർ ആണ്. യു ഓൾസോ ഡു ദാറ്റ്, ഐ ഓൾസോ ഡു ദിസ്, യു ലൈക്ക് ദാറ്റ്, ഐ ലൈക്ക് ദിസ് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസസ് കമ്പയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. You do that? I love the people who do that because I do this because I'm a male and you're a female. So at the end of the day, it's just that. Industry is full of secrets. Is that true? It's not full of secrets. The industry is full of misunderstandings. Are those secrecies? Secrecies alla. People are very frank with each other.
പക്ഷെ when a third person gets to know of it, it becomes something else. Twisted and turned and twisted and turned, and because everyone is so curious, എല്ലാവർക്കും അറിയണം ഇൻഡസ്ട്രിക്ക് അകത്ത് എന്താ നടക്കുന്നില്ല, എന്താ അവിടെ എന്തായിരുന്നു, അയ്യോ അതാരാ വന്നത്, അതാരാ പോയതെന്ന് ചോദിക്കുമ്പോഴാണ് അത് ഭയങ്കര വലിയൊരു സംഭവമായി വരുന്നത്. ഇഫ് യു ആർ റിയലി ഇൻസൈഡ് ദി ഇൻഡസ്ട്രി, ഇറ്റ്സ് ലൈക്ക് ബീങ് ഇൻ ദ സെന്റർ ഓഫ് എ വേൾഡ് വിൻഡ്. മറ്റേ ചുഴലിക്കാറ്റിന്റെ നടുക്ക് നിന്നാലേ കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആണ്. ആ ചുഴലിക്കാറ്റില് പെട്ടാ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ്. ഇഫ് യു ആർ ദ സെന്റർ ഓഫ് ദ സൈക്ലോൺ, ഇറ്റ്സ് ടോട്ടലി പീസ്ഫുൾ. ലൈൻ അടിച്ചിട്ടുണ്ട്, ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എത്ര തവണ? എണ്ണാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിനെ അല്ലാണ്ട് എത്ര തവണ? എത്ര പേരെ? എത്ര പേരെ? എണ്ണം കിട്ടുന്നില്ല. ഇല്ല എന്നാലും അല്ല, എണ്ണം കിട്ടുന്നില്ല. അൺകൗണ്ടബിൾ. സീരിയസ് അഫെയർ? സീരിയസ് അഫെയർ ഓൺലി വൺ. ഒരെണ്ണം, ഒരു സീരിയസ് അഫെയർ കഴിയുമ്പോഴേക്കും മനുഷ്യന് മനസ്സിലാവും ഇതിന്റെയൊക്കെ ശരിക്കുള്ള കാര്യം എന്താണ്. ലെന എന്നുള്ള സൈക്കോളജിസ്റ്റ് പറയൂ, ഈ പറയുന്ന ആൾക്കാരുടെ സൈക്കോളജി എന്താണ്? നടിമാർ ഭംഗി എത്ര കാലത്തേക്ക് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഫസ്റ്റ് അപ്പിയറൻസ്. സെക്കൻഡ്, എങ്ങനെ നമ്മുടെ മനസ്സിനെ ചെറുപ്പമാക്കി കൊണ്ട് നടക്കാം. പിന്നെ ഹൗ കെൻ ഐ കീപ് സക്സീഡിങ് ആൻഡ് ഹൗ കെൻ ഐ കീപ് സ്റ്റേയിങ് ഹോട്ട്. സൂപ്പർ സ്റ്റാർസ് ഇൻഡസ്ട്രിയില് അതൊരു സൂപ്പർ സ്റ്റാർക്കേ അറിയുള്ളൂ. സത്യത്തില് എനിക്കൊരു സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹമില്ല. നമുക്ക് ആ ലെവൽ വരെ ഒന്നും ആക്സസ് ഇല്ല. സിനിമാക്കാരെന്ന് അത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. സിനിമാക്കാരെന്ന് പറഞ്ഞാൽ പൊതുജനം എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ല. എന്നാലും അവർക്ക് സിനിമാക്കാർ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി സിനിമാക്കാർ വളരെ താങ്ക്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വെരി താങ്ക്ഫുൾ ടു ബി ആക്ടേഴ്സ്, വെരി താങ്ക്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്ന് തുറന്ന് പറയുന്ന ആൾക്കാരാണ് ജനറലി. യങ് ആക്ടേഴ്സ് അഥവാ ന്യൂ കമേഴ്സ്, ഐ വോണ്ട് ടു ഇംപ്രസ് എവറിബഡി. എനിക്ക് എല്ലാവരും അങ്ങോട്ട് ചാക്കിലാക്കി എടുത്ത് എനിക്ക് പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആവണം, എനിക്ക് എന്റെ 4 കാർ വാങ്ങിക്കണം, 5 ബംഗ്ലാവ് വാങ്ങിക്കണം, എനിക്ക് ഇനി തമിഴിലേക്ക് കിടക്കണം, ഹിന്ദിയിലേക്ക് പോകണം, ഹോളിവുഡിലേക്ക് പോകണം.